ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു? ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്ന് എനിക്ക് ACLSൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ഇന്നലെ ആക്ച്വലി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ക്ലാസ്. എക്സാംസ് ആണ്, തിയറി ആൻഡ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. സോ അതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി. ചാറ്റൽ മഴയാണ്. അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. മന്ന ബേബി വീട്ടിലുണ്ട്. മമ്മിയാണ് മാനേജ് ചെയ്യുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വലി കാർ സീറ്റർ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് മന്ന ബേബിനെയും കൊണ്ട് ഇറങ്ങുന്ന ടാസ്ക്കാണ്. പിന്നെ വേറെന്താ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇവിടെ വിശേഷങ്ങൾ, ഇവിടെ ഇപ്പം ക്ലൈമറ്റ് കുറച്ച് റെയിനി സീസണാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് മഴയുണ്ടായിരുന്നു. ഇപ്പോഴും ഫുള്ള് ക്ലൈമറ്റ് ക്ലൗഡി ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ക്ലാസ് തിരുവല്ലയിലാണ്. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ റോഡൊക്കെ ഭയങ്കര റഷാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. എല്ലാവരും എന്തു പറയുന്നു? അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? പിന്നെ നമ്മുടെ വീടിന് അവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. ഇതാണ് തിരുവല്ല മെയിൻ റോഡ്. ഇന്ന് എനിക്ക് എക്സാം ഒക്കെ ഉണ്ട് ഗൈസ്. തിയറി എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. എനിക്കൊരു കുന്തം അറിയില്ല ഗൈസ്. ഇന്നലെ ക്ലാസ് എടുത്ത മേഡം പറഞ്ഞത് ഔട്ട് ഓഫ് 50 42 ഉണ്ടെങ്കിലേ പാസ് ആവത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ എത്ര സ്കോർ മേടിക്കുമെന്ന് ഞാൻ വരുമ്പോൾ പറയുന്നതായിരിക്കും. ഇന്നലെ ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 70% ഉണ്ടെങ്കിലാണ് പാസ്സാവുന്നത്. അതിരുന്ന് ഞാനൊരു മോർ ദാൻ 5 times നമുക്ക് വീണ്ടും റീടേക്ക് ചെയ്യാം, നമ്മൾ പാസ്സായില്ലെങ്കിൽ. അങ്ങനെ ഞാനൊരു മോർ ദാൻ 5, നമുക്ക് ECG റിതംസ് ഒക്കെ ഒത്തിരി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് വരും. അങ്ങനെ എനിക്ക് ECG റിതംസ് വരുമ്പോൾ തെറ്റിപ്പോവും. അപ്പം ഞാനൊരു 5 times റീടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 70 കിട്ടിയത് ഗൈസ്. ഇതാണ് വള്ളംകുളം പാലം. കണ്ടോ? മഴയെ കാരണം നല്ല വെള്ളമാണ്. എന്താ വെച്ചാൽ വള്ളംകുളം പാലത്തിന്റെ ഹിസ്റ്ററി. ആദ്യമേ അത് ഇടിഞ്ഞു പോയതായിരുന്നു വള്ളംകുളം പാലം. പിന്നെ അത് പുതുക്കി പടുന്നതാണ്. എത്ര വർഷം മുന്നേ ആണ്? അത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓർമ്മ ശരിയെങ്കിൽ ഞാൻ 7 8 അങ്ങോട്ട് പഠിക്കുന്ന സമയത്താണ്. ഓക്കെ. ചേച്ചന്റെ സ്കൂൾ ലൈഫ് ഒക്കെ എവിടെയായിരുന്നു? ഞാൻ സ്കൂൾ പഠിച്ചത് 4ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ SES സ്കൂളിലായിരുന്നു. തിരുവല്ല SES സ്കൂളിലായിരുന്നു. തിരുവല്ല ആ സ്കൂൾ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. തിരുവല്ല SES ജംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ. ഓക്കെ. അപ്പൊ 1ാം ക്ലാസ് തൊട്ട് 1st സ്റ്റാൻഡേർഡ് ടു 4th സ്റ്റാൻഡേർഡ് എവിടെയായിരുന്നു? അത് നമ്മള് വേറെ സ്ഥലത്തായിരുന്നു. നിരണം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. നിരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് +1 +2 സെന്റ് ബെഹനാൻസ് വെണ്ണിക്കുളം. +1 +2. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ നഴ്സിംഗ് ലൈഫ് ഒക്കെയോ? നഴ്സിംഗ് ലൈഫ് ഒക്കെ നമ്മൾ GNO ആയിരുന്നു. GNO ബാംഗ്ലൂരിൽ പഠിച്ചു. 3.5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പോസ്റ്റ് BC എടുത്തു. ഭോപ്പാൽ മധ്യപ്രദേശിലായിരുന്നു. പിന്നെ അന്നോട്ട് നമ്മുടെ വർക്ക് തുടങ്ങി. ഏകദേശം നിർത്താതുള്ള ഓട്ടം. എത്ര വർഷങ്ങളിലെ ഓട്ടം? ഇപ്പൊ റെസ്റ്റിംഗ് പീരീഡ്. ഒരു 1 month റെസ്റ്റിംഗ് പീരീഡ് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യും. എവിടെ ഓട്ടം തീരുന്നത്? ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ. അതൊരിക്കലും തീരില്ലല്ലോ. രാത്രി ആവുന്ന പിറ്റേ ദിവസം നേരം വെളുക്കുന്നു. നമ്മുടെ ആസ് യൂഷ്വൽ വർക്ക് കാര്യങ്ങള്. ഇടയ്ക്ക് ഇത്രയും ഹെവി വർക്കിനിടയിൽ കിട്ടുന്ന ഒരു ചെറിയൊരു ബ്രേക്കാണ് നമ്മുടെ ഈ ഒരു 1 month വെക്കേഷൻ എന്നൊക്കെ പറയുന്നത്. 1 month എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പോവും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10-15 days ആയി. ഇനി ജസ്റ്റ് ഒരു 15 days കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് വർക്കിന് പോകണം.
ഇനി ഒരു വർഷം കഴിയണം ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ ഒന്ന് കാണണമെങ്കിൽ. ഗൈസ്, നമ്മുടെ സ്ഥലമെത്തി. നമ്മുടെ ക്ലാസ് നടക്കുന്ന പ്ലേസിൻ്റെ പേര് മഞ്ഞാടിയാണ്. മഞ്ഞാടി എന്ന് പറഞ്ഞാൽ തിരുവല്ല ജംഗ്ഷന് തൊട്ടിപ്പുറത്തെ സ്റ്റോപ്പാണ് മഞ്ഞാടി. അവിടെയാണ് BLS, ACLS, പാൾസ് എല്ലാത്തിൻ്റെയും ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. BLS എവരി തേഴ്സ്ഡേ ആണ്. ആൻഡ് ACLS ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, എവരി ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ACLS, BLS ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നല്ല ക്ലാസ്സാണ്, അവർ നല്ല എക്സ്പ്ലനേഷനാണ്. അവർ നന്നായിട്ട് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങോട്ട് പോകുന്നുള്ളൂ. തിരുവല്ല മഞ്ഞാടി. എക്സാമിൻ്റെ മാർക്ക് കിട്ടുമ്പോൾ ബാക്കി അറിയാൻ പഠിപ്പിച്ചതിൻ്റെ റിസൾട്ടൊക്കെ അച്ചാച്ചൻ്റെ. അല്ല, നല്ല പഠിപ്പീരാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ എക്സാം 5-6 വട്ടം അറ്റൻഡ് ചെയ്തു, പ്രാക്ടിക്കൽ എക്സാം. അതെനിക്ക് റിതംസ് അറിയില്ല ഗൈസ്, ഇപ്പോഴും എനിക്ക് ഭയങ്കര ടഫാണത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേസ്. ഇവിടെയാണ്, ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, അവരുടെ ആ ബോർഡുണ്ട്, അതിപ്പോൾ ഇത് കാണത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വൈകിട്ട് കാണാം. ഓക്കെ, ബൈ. എന്താ പറഞ്ഞേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റോ? എക്സാം പാസ് ആയിട്ട് വീട്ടിലോട്ട് കയറിയാൽ മതി. ഓക്കെ ഓക്കെ, ട്രൈ ചെയ്യാം. പറഞ്ഞില്ലേ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ പറയാമെന്ന്. ഔട്ട് ഓഫ് 50 44 ഉണ്ടായിരുന്നു. പാസ്സായി ഗൈസ്, തിയറി പാസ്സായി, പ്രാക്ടിക്കൽ പാസ്സായി. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റാണ്, അത് നമുക്ക് ഓൺലൈൻ വരും ഒരു 2 days കഴിയുമ്പം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.